ഓം ശൈവദർശനം ഭാഗം 8. ആത്മഭാവങ്ങളെ പ്രണാമം. ഭൗതിക സമ്പത്തിൻ്റെ അസ്ഥിരതയെ ശൈവദർശനത്തിൽ വേണ്ടത്ര മനന വിഷയമാക്കിയിട്ടുണ്ട്. വൈഭവങ്ങൾ അന്യം ആകുന്നതിന് മുൻപ് തന്നെ ശിവനെ ഭജിച്ച് ശിവസ്വരൂപം എന്തെന്നറിയുക, ശിവനായിട്ട് മാറുക. അപ്പോൾ ജീവഭയം അകലും, മയക്കവും തെളിയും, ജന്മമുക്തി നേടുകയും ചെയ്യാം. വൈഭവങ്ങളൊന്നും തന്നെ സ്ഥിരമല്ല. ഭൗതികമായിട്ട് കാണുന്നതെല്ലാം അസ്ഥിരമാണ്. ദുഃഖമേവ സദാ ജീവിതം ദുഃഖമയമാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധനം സുഖവും ശാന്തിയും നൽകുന്നു. ധർമ്മലോപം കാട്ടുന്നവർക്ക്, ധർമ്മബോധം ഇല്ലാത്തവർക്ക്, ധനതൃഷ്ണ മാത്രമുള്ളവർക്ക് ഒരിക്കലും ശിവസ്വരൂപത്തെ അറിയാൻ കഴിയുന്നില്ല. ദുഃഖഹേതുവാം ധനം, തിരുവള്ളുവർ, തിരുമൂലർ, 2 ദിവ്യസ്വരൂപന്മാരും ഒരേ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. മോഹം കുറയ്ക്കുക, അനശ്വരമായ ശിവധനം നേടുക, തൻ്റെ നിഴൽ തനിക്ക് തണലാകുന്നില്ല. ഈ സത്യം അറിഞ്ഞാലും ഭൗതികമായ സുഖഭോഗങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ഓടി നടക്കുന്നു. ധനികന്റെ ധനം വേണ്ട വിധം ചെലവ് ചെയ്യുന്നില്ല എങ്കിൽ അത് അപഹരിക്കപ്പെടും, പിന്നീട് ദുഃഖത്തിന് കാരണമാകും. ഭൗതിക ചിന്തകളിലാണ് അത് ഏറുന്തോറും ആശ വർദ്ധിച്ചു വരും. വസ്തുബോധം, സത്യബോധം ഗ്രഹിക്കാൻ കഴിയാതെ വരും. ശിവനെ വിസ്മരിക്കും. എല്ലാവരും വന്ന വഴിയേ മടങ്ങിപ്പോകും. ജീവൻ പിരിഞ്ഞു ചെല്ലാൻ പഴുതുള്ളത് ഏത് സമയത്താണോ ജീവൻ ശരീരം വിട്ടു പോകുന്നത്, അത് അവ്യക്തമാണ്, പ്രവചനാതീതമാണ്. ആർക്കും നിശ്ചയമില്ല മരണം എപ്പോഴും വരുമെന്ന്. ഏത് നിമിഷത്തിലും വന്നെന്നിരിക്കും. ശരീരം വെടിയുന്നതിന് മുമ്പ് സത്യസ്വരൂപനായ ഈശ്വരനെ, ശിവനെ സാക്ഷാത്കരിക്കുക. അത് വസ്തുബോധമാണ്, നിർവികൽപ്പ സമാധിയാണ്. ആത്മഭാവങ്ങളെ മരണവേദന, മരണദുഃഖം ഇല്ലാതെ, മരണവേദന ഇല്ലാതെ, മരണഭീതി ഇല്ലാതെ തന്നെ മനുഷ്യനെ ശരീരം വെടിയണമെങ്കിൽ ശിവോപാസന കൂടിയേ കഴിയൂ. ആത്മഭാവങ്ങളെ കതിപയ ദിവസസ്ഥായിനീ യൗവനശ്രീ, ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തുമൊക്കെ കതിപയ ദിവസസ്ഥായിനിയാണ്.
യൗവനത്തിൻ്റെ അസ്ഥിരത. സൂര്യൻ്റെ ഉദയാസ്തമനം, ഋതുചക്രം, കാലത്തിൻ്റെ അസ്ഥിരത കണ്ട് മനുഷ്യൻ ഉണരുന്നില്ല. തുള്ളിച്ചാടുന്ന കാളക്കുട്ടി കിഴട്ട് കാളയാകുന്നു, മരിക്കുന്നു. ലോകം ഇതൊന്നും ചിന്തിക്കുന്നില്ല. ജീവജാലങ്ങളിലെ യൗവനവും തുടിപ്പും എത്ര കാലത്തേക്കാണ്? യൗവനത്തിൽ ആകർഷണം അധികമുണ്ട്, ഉന്മേഷമുണ്ട്, തേജസ്സുണ്ട്. വാർദ്ധക്യത്തിൽ എല്ലാവരാലും വെറുക്കപ്പെടുന്നു, ആരും ശ്രദ്ധിക്കുന്നില്ല. ബാല്യ യൗവന വാർദ്ധക്യം പരിണാമത്തിന് വിധേയമാണ്. അത് സ്വയം അറിയുക. ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഈശ്വരനിൽ, ശിവനിൽ. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. നന്ദീശനെ ഭജിക്കുക, പരമാനന്ദ സുഖം ആർജിക്കുക. ശിവൻ രുദ്രൻ സംഹാരമൂർത്തിയാണെങ്കിലും ശിവചിന്ത വേണം. പ്രകൃതിയുടെ നിയമമനുസരിച്ച് സുഖദുഃഖങ്ങളിലും ഉയർച്ചയിലും താഴ്ചയിലും ഏതവസ്ഥയിലും ശിവഭജന, പ്രാർത്ഥന, കീർത്തനങ്ങൾ മനുഷ്യനെ ആനന്ദിപ്പിക്കും. ധ്യാനത്തിലൂടെ, ചിന്തകളിലൂടെ, നല്ല വിചാരങ്ങളിലൂടെ ശിവോപാസന നടത്തുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ചില ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് സാമാന്യമായിട്ടെങ്കിലും അറിഞ്ഞിരിക്കണം. അർഘ്യം, പാദ്യം, ആചമനീയം, മധുപർക്കം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം, ഇതെല്ലാം ശിവാരാധനയിലും കാണാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അവബോധം ഭക്തനിൽ ഉണ്ടാകുക തന്നെ വേണം. ജീവിതത്തിൻ്റെ ക്ഷണഭംഗുരതയെ കണ്ടിട്ട് മഹാകവി കുമാരനാശാൻ്റെ ഒരു സന്ദേശം, അത് വീണപൂവിലാണ് കാണാൻ കഴിയുന്നത്. ആ ശ്ലോകം ഓർക്കുന്നത് നന്നായിരിക്കും. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു ആശുമണ്ണാകുമേ, മലര് വിസ്മൃതമാകുമിപ്പോൾ. എന്നീടിലാർക്കും ഇത് താൻ ഗതി, സാധ്യമെന്ത് കണ്ണീരിനാൽ അവന് വാഴൂ കിനാവു കഷ്ടം. കണ്ണീരിനാൽ അവന് വാഴൂ കിനാവു കഷ്ടം. മഹാകവിയുടെ ഒരു മഹാസന്ദേശമാണ്. ജീവിതത്തിൽ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ക്ഷണഭംഗുരത, നശ്വരത, ശാശ്വതമായ സത്യത്തെ വിസ്മരിക്കരുത്. അതിന് നന്ദീശനെ ഭജിക്കണം. നന്ദീശൻ്റെ ശക്തി ചൈതന്യമാണ് നശ്വരമായ ശരീരത്തിൽ അനശ്വരമായ ജീവനായിട്ട് നിലനിൽക്കുന്നത്. ആ ഒളി, ആ പ്രകാശം, ആ ജ്യോതിസ്, അത് ഉള്ളിലാണ് ഉണരേണ്ടത്. പുതു പട്ടുവസ്ത്രം പോലും ഒരിക്കൽ നശിക്കും. ജീവിത നാളുകളെ
പാഴാക്കി കളയാതെ വസ്തുസത്യം ഉൾക്കൊള്ളുക, ആത്മവാനാകുക. എരിഞ്ഞടങ്ങുന്നതിന് മുൻപ് തന്നെ ബിന്ദു എന്ന ജ്ഞാനാമൃതം പാനം ചെയ്യുക, പകരുക. ജീവൻ മുക്തി ലക്ഷ്യമായിരിക്കട്ടെ. ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ജീവിതത്തിൽ നന്മകൾ മാത്രം ചെയ്യുക. പുണ്യമായ നരജന്മം. ശിവോഹം ശിവോഹം നിരന്തരം ജപിക്കുക. ദുഃഖങ്ങൾ മാറിക്കിട്ടും. സുഖാനുഭവം, ആനന്ദാനുഭവം ഉണ്ടാകും. ആരും വിധിയുടെ വിളയാടലിൽ നിന്നും, വിധിയുടെ സങ്കല്പത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിവുള്ളവരാകുന്നില്ല ആരും തന്നെ. വിധിവിഹിതം അലംഘനീയം, അത് ഓർമ്മയിരിക്കട്ടെ. ആത്മഭാവങ്ങളെ അതിബൃഹത്തും മഹത്തുമായ ശിവ ദർശനത്തിലൂടെ ചില കാര്യങ്ങൾ മാത്രം അനുസ്മരിച്ചു പോവുകയാണ്. ധീരമായി ശിവനിന് മനസ്സുറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ജീവിതം ആനന്ദമയമാണ്, ശിവമയമാണ്. സ്വസ്ത്യസ്തു, ശുഭമസ്തു, സന്തു മംഗള ശതാനി.